Good afternoon, children. Today we are going to discuss a new topic, that is force. What is force? എന്തിനാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്? Okay. In our daily life, we often use our muscles to pull or push things. We pull up a glass of milk to get it to our mouth. We push an object to move in particular direction. So we come to realize that either a pull or push is required to move an object. So in our daily life, we have to move something. ഇല്ലേ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നീക്കുക അല്ലെങ്കിൽ എടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അതെന്ത്, നമ്മളുടെ മസിൽസ്, നമ്മളുടെ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വി പുൾ അപ്പ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ടു ഗെറ്റ് ഇറ്റ് ടു അവർ മൗത്ത്. നമ്മൾ പാലെടുത്തിട്ട് കൊണ്ടുവന്ന് നമ്മളുടെ വായുടെ അടുത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ കുടിക്കണത്. അപ്പൊ നമ്മൾ അവിടെ ഒരു ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ പാല് കുടിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് വേറെ എവിടേക്കെങ്കിലും മാറ്റണമെങ്കിൽ നമ്മൾ അതിനെ തള്ളി നീക്കി വേറെ ഭാഗത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. സോ വി കം ടു റിയലൈസ് ദാറ്റ് ഐദർ എ പുൾ ഓർ പുഷ് ഈസ് റിക്വയർഡ് ടു മൂവ് ആൻ ഒബ്ജെക്ട്. അപ്പോൾ ഒരു സാധനത്തിനെ അനക്കാൻ വേണ്ടിയിട്ട്, മൂവ് എന്ന് പറഞ്ഞാൽ മാറ്റാം, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ ഒരു പുൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ പുഷ് ഉപയോഗിക്കണം. പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുക, പുഷ് എന്ന് പറഞ്ഞാൽ തള്ളുക. അതിനെപ്പറ്റി നമ്മൾ നെക്സ്റ്റ് ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യാം, നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ ഓൺ ആൻ ഒബ്ജെക്ട്. നമ്മള് ഒരു സാധനത്തിന്റെ മേലെ ഒന്നുകിൽ നമ്മൾ അതിനെ തള്ളുകയാണ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വലിക്കുകയാണ്. അതിനുപയോഗിക്കണ ശക്തി, അതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മൂവ്മെന്റ്. നമ്മൾ ഒരു സാധനം പുഷ് ചെയ്യാനോ പുൾ ചെയ്യാനോ ഉപയോഗിക്കണതാണ് എന്ത്? ഫോഴ്സ്. So we use force to do things in our everyday life. Understood? What is force? എന്താണ് force? A force is a push or pull that causes an object to move faster or slower, stop, change direction or change size or shape. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും? തള്ളുക അല്ലെങ്കിൽ വലിക്കുക. ഈ രണ്ട് ഫോഴ്സ് ആണ് നമ്മൾ എക്സേർട്ട് ചെയ്യുക. അത് എന്തിന്? ഒന്നുകിൽ അത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ് സ്ലോ ആക്കാൻ, അല്ലെങ്കിൽ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ, അല്ലെങ്കിൽ അതിന്റെ സൈസ് മാറ്റാൻ, അല്ലെങ്കിൽ ഷേപ്പ് മാറ്റാൻ. അപ്പൊ ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ എന്ത് ഫോഴ്സ്. സോ വി യൂസ് ഫോഴ്സ് ഇൻ ദ വേ ഓഫ് പുഷ് ഓർ പുൾ. എന്തിനു വേണ്ടിയിട്ട്? an object to move faster or slower, stop, change direction or change size or shape. Okay. Without force, nothing would ever move. അപ്പോൾ ഒരു കാര്യം നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പുഷ് ഓർ പുൾ, ആ സാധനത്തിന്റെ മേലെ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാക്കുക? ഒന്നുകിൽ അത് പെട്ടെന്ന് മൂവ് ആവും, അല്ലെങ്കിൽ സ്ലോ ആവും, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ അത് നിർത്താൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ സൈസ് മാറ്റാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അത് പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പുഷ് ചെയ്യോ പുൾ ചെയ്യേണ്ടോ വരും. അപ്പൊ എക്സേർട്ട് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഫോഴ്സ്. സോ എ ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ ദാറ്റ് കോസസ് an object to move faster or slower, stop, change direction or change size or shape. Without force, nothing would ever move. Okay. Some application of force in everyday life. നമ്മൾ എല്ലാത്തിനും വേണം. ഫോഴ്സ് ഇല്ലാണ്ട് ഒരു കാര്യം അനങ്ങില്ല. അത് എന്തിനാണെന്നുള്ള സം എക്സാമ്പിൾ പറയാൻ. വി പെഡൽ എ സൈക്കിൾ ആൻഡ് സൈക്കിൾ മൂവ്സ് ഫോർവേഡ്. സൈക്കിളിന്റെ പെഡലിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് സൈക്കിള് മൂവ് ചെയ്യണത്. ഇൻ ബുള്ളറ്റ് കാർട്ട്, എ കാർട്ട് ഈസ് ബീയിങ് പുൾഡ് ബൈ എ ബുള്ളറ്റ് കാർട്ട്. ബുള്ളറ്റ്, അത് നിങ്ങൾ കണ്ടിണ്ടാവോന്ന് അറിയില്ല ടീച്ചർക്ക്. കുറെ മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു കാളവണ്ടി.
ബുള്ളക്ക് വലിച്ചു കൊണ്ടുപോണ വണ്ടി. അതെന്താ ചെയ്യണ? അതാണ് ആ വണ്ടീനെ വലിക്കണത്. രണ്ട് ബുള്ളക്ക് ഓപ്പോസിറ്റ് സൈഡിലല്ല, സെയിം സൈഡിൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് ബാക്കിൽ ഒരു വണ്ടി ഉണ്ടാവും. അതിന് വലിയൊരു വീലൊക്കെ ഉണ്ടാവും. അത് ആ ബുള്ളക്കാർട്ട് ആ ബുള്ളക്ക് വലിച്ചു കൊണ്ടുപോവുക ചെയ്യും. ഓക്കെ. ടു ടീം പുള്ളിങ് ദ റോപ്പ് ഇൻ ദ ഗെയിം ഓഫ് ടഗ് ഓഫ് വാർ. ഈ ടഗ് ഓഫ് വാറില് രണ്ട് ടീം അപ്പുറത്ത് നിന്നിട്ട് ടഗ് ഓഫ് വാർ പറഞ്ഞ വടംവലി, കയറ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണത്. വി പുൾ ടു ഓപ്പൺ ദ ഡോർ ഓഫ് അവർ റൂം. നമ്മളുടെ വീടിന്റെ വാതില് നമ്മൾ വലിക്കുക ചെയ്യാം, വലിച്ചു തുറക്കില്ല. അപ്പൊ ദീസ് ആർ ദ സം അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ഇൻ അവർ എവറി ഡേ ലൈഫ്. വി പെഡൽ എ സൈക്കിൾ ആൻഡ് സൈക്കിൾ മൂവ്സ് ഫോർവേഡ്. In bullock cart, a cart is being pulled by a bullock. Two team pulling the rope in the game of tug of war. We pull to open the door of our room. Okay. Next, push and pull forces. What is pull? A pull is a force moving something towards you. നമ്മളുടെ അടുത്തേക്ക് ഒരു സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് ആണ് പുൾ. പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുക പറഞ്ഞാൽ ഒരു സാധനം നമ്മളുടെ അടുത്തേക്ക് മൂവ് ചെയ്യിക്കുക. ഓക്കെ. എക്സാമ്പിൾ, പുള്ളിങ് ദ കർട്ടൻ വലിക്കുക, അല്ലെങ്കിൽ ഡ്രാഗിങ് ദ ബോക്സ് അടുത്തേക്ക് കൊണ്ടുവരിക. ഓപ്പണിംഗ് ഓഫ് ദ ഡോർ വലിച്ചു തുറക്കുക. അതൊക്കെ പുള്ളിന്റെ എക്സാമ്പിൾ ആണ്. എ പുഷ് ഈസ് എ ഫോഴ്സ് മൂവിങ് സംതിങ് എവേ ഫ്രം യു. സോ പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ അടുത്ത് നിന്ന് തള്ളി മാറ്റുക. മറ്റേത് പുൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കുക. പുഷ് എന്ന് പറയുന്നത് തള്ളി മാറ്റാം. ഓക്കെ. എക്സാമ്പിൾസ് ഓഫ് പുഷ് എന്താണ്? പുഷിങ് ദ ട്രോളി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ എവിടെ സൂപ്പർ മാർക്കറ്റ് എവിടെ പോയാലും ട്രോളി ഇങ്ങനെ തള്ളണത്. പുഷിങ് ദ കാർ വെൻ ഇറ്റ്സ് ബ്രേക്ക് ഡൗൺ. കാറ് ബ്രേക്ക് ഡൗൺ ആയി നിന്നാൽ നമ്മൾ തള്ളും, സ്റ്റാർട്ട് ആക്കി നോക്കാൻ വേണ്ടിയിട്ട്. പുഷിങ് ദ ടേബിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്തിരിക്കുന്ന ടേബിള് തള്ളിക്കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റണത്. സോ വാട്ട് ഈസ് പുഷ് ആൻഡ് പുൾ? പുഷ് പറഞ്ഞാൽ മൂവിങ് സംതിങ് എവേ ഫ്രം അസ് ആൻഡ് പുൾ ഈസ് മൂവിങ് സംതിങ് ടുവേർഡ്സ് അസ്. പുൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്തേക്ക്, മൂവിങ് സംതിങ് ടുവേർഡ്സ് അസ്. പുഷ് എന്ന് പറഞ്ഞാൽ മൂവിങ് സംതിങ് എവേ ഫ്രം അസ്. ഓക്കെ. പുഷ് ആൻഡ് പുൾ ആർ ഓപ്പോസിറ്റ് ഫോഴ്സസ്. പുഷ് പുൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. കാരണം പുഷ് എന്ന് പറഞ്ഞാൽ തള്ളാണ്, പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുകയാണ്. ഓക്കെ. സി ഫോർ എക്സാമ്പിൾ, ഇതിനെയാണ് പുഷ് എന്ന് പറയുക, തള്ളണതിന്. പുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിക്കുക. ഓക്കെ. ദിസ് ഈസ് ടു ഷോ യു എക്സാമ്പിൾ വാട്ട് ഈസ് പുഷിങ് ആൻഡ് വാട്ട് ഈസ് പുള്ളിങ്. പുഷ് എന്ന് പറഞ്ഞാൽ തള്ള, പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുക. We use forces to walk, to lift any object, to throw anything, to move any object from its place, etc. അപ്പൊ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഫോഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ടു വാക്ക്, ടു ലിഫ്റ്റ് എനി ഒബ്ജെക്ട്, ടു ത്രോ എനിത്തിങ്, ടു മൂവ് എനി ഒബ്ജെക്ട് ഫ്രം ഇറ്റ്സ് പ്ലേസ്. ഇൻ ഷോർട്ട്, ഫോഴ്സ് ഈസ് ദർ ഇൻ എവറി ആക്ടിവിറ്റി വി ഡു. By applying force, we usually bring anything in motion or in rest position, but not always. മോഷൻ പറഞ്ഞാൽ മൂവ് ചെയ്യണത് കേട്ടോ, മൂവ്മെന്റ് ഉണ്ടാവുന്നതിനെയാണ് മോഷൻ എന്ന് പറയുക. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ആയിട്ട് നിൽക്കുക. ഓക്കെ. സോ നമ്മളൊരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് സാധനം വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനും പറ്റും, മൂവ് ചെയ്യണ സാധനത്തിന് നിർത്താനും പറ്റും. പക്ഷെ നോട്ട് ഓൾവേസ്, എപ്പോഴും പറ്റില്ല. അതിനുള്ള എക്സാമ്പിൾ, ഇഫ് വി അപ്ലൈ ഫോഴ്സ് ഓൺ എ വാൾ ഇറ്റ് ഡസ് നോട്ട് മൂവ്. അത് നമുക്ക് അറിയണ കാര്യമാണ്. ഒരു ചുമരുണ്ട്, ആ ചുമരിനെ പോയി തള്ളിയ ചുമര് മാറുമോ അവിടുന്ന്? ഇല്ല. മൂവ് ചെയ്യിക്കാൻ പറ്റണ ഒബ്ജക്ട്സേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ഒരു ഫോഴ്സ് ഉപയോഗിച്ച് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നല്ല. പക്ഷെ ഒരു ഫോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഒരു ബോളിനെ പോയി നമുക്ക് തള്ളിയ ആ ബോള് മാറില്ല. പക്ഷെ ഫോഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഒരു സാധനം ഒന്നുകിൽ മൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തെ നിർത്താനും നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? സോ വി യൂസസ് ഫോഴ്സ് ടു വാക്ക്, ടു ലിഫ്റ്റ് എനി ഒബ്ജെക്ട്, ടു ത്രോ എനിത്തിങ്, ടു മൂവ് എനി ഒബ്ജെക്ട് ഫ്രം ഇറ്റ്സ് പ്ലേസ്, എക്സെട്ര. ഇൻ ഷോർട്ട്, ഫോഴ്സ് ഈസ് ദർ ഇൻ എവറി ആക്ടിവിറ്റി വി ഡു. ഇപ്പൊ നമ്മൾ എഴുതുകയാണെങ്കിലും അവിടെ ഒരു ഫോഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിന് ആവശ്യമുണ്ട്. അപ്പൊ എല്ലാ കാര്യത്തിനും ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഫോഴ്സ് ആവശ്യമാണ്. സോ
ഈ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യണത്. മൂവ് ചെയ്യിക്കുക, നടക്കുക, എടുക്കുക, എറിയ, ത്രോയിങ് എനിത്തിങ് പറഞ്ഞ എറിയ, എന്ത് വേണമെങ്കിൽ ചെയ്യണത്. അപ്പൊ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സാധനം മൂവ് ചെയ്യിക്കുക. ഇൻ മോഷൻ പറഞ്ഞ മൂവ്മെന്റ്, ഇൻ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിൽക്കുക, സ്റ്റിൽ ആയിട്ട്. അത് രണ്ടും പറ്റും, ബട്ട് നോട്ട് ഓൾവേസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി അപ്ലൈ ഫോഴ്സ് ഓൺ എ വാൾ, ഇറ്റ് ഡസ് നോട്ട് മൂവ്. മനസ്സിലായോ? നെക്സ്റ്റ്, force has many effects on the object it is applied to. It can cause many changes to the object to which force is applied. ഫോഴ്സ് നമ്മളൊരു ഒബ്ജക്റ്റിന് മേലെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ടേബിൾ ആണ് വിചാരിക്കാം, അതിന്റെ മേലെ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് കോസസ് മോഷൻ. ഫോഴ്സ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മോഷൻ പറഞ്ഞ മൂവ്മെന്റ്. ഫോഴ്സ് ചേഞ്ചസ് ദ സ്പീഡ്. നമ്മൾ തള്ളണ ശക്തി അല്ലെങ്കിൽ നമ്മളെ എക്സേർട്ട് ചെയ്യണ പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് അനുസരിച്ച് സ്പീഡ് കൂട്ടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ സൈക്കിൾ പെഡലിംഗ് ആണ് വെക്കാം. അപ്പോൾ മെല്ലെ ആണെങ്കിൽ അത് മെല്ലെ പോകും. നമ്മൾ സ്പീഡ്, നമ്മുടെ ഫോഴ്സ് ഒരുപാട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ സ്പീഡ് മാറ്റാനും നമുക്ക് പറ്റും. ഫോഴ്സ് സ്റ്റോപ്സ് മോഷൻ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിനെ നിർത്താനും നമുക്ക് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് പറ്റും. ഫോഴ്സ് ചേഞ്ചസ് ദ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനെ നമുക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ട് അതിനെ ഡയറക്ഷൻ മാറ്റാൻ പറ്റും. ഫോഴ്സ് ചേഞ്ചസ് ദ ഷേപ്പ്. ഇപ്പൊ ഒരു ബലൂൺ ആണ് വെക്കുക, അല്ലെങ്കിൽ ഒരു വലിയ എയർ നിറച്ചിട്ടുള്ള ബോൾ ആണ് വെക്കുക. നമ്മൾ അതിന്റെ മേലെ ഫോഴ്സ് കൊടുത്ത് പ്രസ് ചെയ്താല് അതിന്റെ ഷേപ്പ് മാറും, ഇല്ലേ? ഒരു റൗണ്ട് ഷേപ്പിനെ നമ്മൾ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഇങ്ങനെ ആക്കുമ്പോൾ ആ ഷേപ്പിലേക്ക് വരും. അപ്പൊ ഫോഴ്സ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് ഒരു ഒബ്ജക്റ്റിന്റെ മേലെ. ഇറ്റ് ക്യാൻ കോസ് മോഷൻ, ഇറ്റ് ക്യാൻ ചേഞ്ച് ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്ട്, ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് ദ മോഷൻ ഓഫ് ദാറ്റ് ഒബ്ജക്ട്, ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ ഒബ്ജക്ട്, ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്ട്. These all we will discuss in the next class. How force can change the motion of an object, how force changes the speed of an object, how force stops the motion of an object, how force changes the direction of an object, how force changes the shape of an object. This we will discuss in the next class. So today we discussed about force. We use force in our everyday life. Okay, we need the force to do things in our day-to-day life. Push and pull are the forces that we use. Push means we are moving something away from us. Pull means we are taking or bringing something towards us. Okay, push means talla, pull nu parna valika. Push, it throws away or it moves away from us. Pull means it brings towards us. Okay, pull nu parna valicha adipikka, push nu parna talla. Understood? So we discussed topic force today. We just started. We will discuss in detail in the next class. Okay, so till that you have to watch the video carefully and you have to understand what is described in this video. Okay children, മനസ്സിലായോ എല്ലാവർക്കും? അതിന് വീഡിയോ നന്നായി തറവായി ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ ചിൽഡ്രൻ, സോ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. താങ്ക് യു.